വരും മോളെ. അമ്മമ്മേ, നമ്മുടെ അമ്മ എപ്പോഴാ വരിക? വരും മോളെ. എപ്പോഴാ വരിക? നാളെ വരുമോ? കുറച്ച് ദിവസം കഴിഞ്ഞാ വരും. ഇമ്മണി കുറച്ച് ദിവസം ആവോ? ഹായ്, നല്ല പൂവ്. മോക്ക് വേണ്ടേ? ഇതാ. ഒന്ന് നടക്കണ്ട കുട്ടിയെ, എന്തായി കാട്ടണേ? വരും. അല്ലേ, അമ്മമ്മയുടെ നല്ല കുട്ടിയല്ലേ? സ്കൂളിൽ പോണ്ടേ? വീഴണ്ട. ഗുരുവായൂരപ്പ, നാരായണ. അമ്മ വേഗം വരും മോളുടെ അരിയത്തേക്ക്. വരും വരും എത്ര ദിവസമായി അമ്മമ്മ പറയുന്നു. ഒന്ന് വേഗം വരും അമ്മ. ഇന്ദു, നേരായില്ലേ? കാപ്പി കുടിക്കണ്ടേ മോക്ക്? വരും. ആ, എന്റെ കുട്ടി ഇന്നലത്തെ പാഠങ്ങളൊക്കെ പഠിച്ചോ? ഒക്കെ പഠിച്ചോ? ജോണി ജോണി ഹേ പപ്പ, ഈറ്റിംഗ് ഷുഗർ നോ പപ്പ, ഓപ്പൺ യുവർ മൗത്ത് ഹാ ഹാ ഹാ. പഠിച്ചു പഠിച്ചു മിടുക്കിയാവണം കേട്ടോ. അമ്മമ്മയെ നോക്കാൻ വേറെ ആരാ ഉള്ളത്? ഞാനുണ്ട്. കഴിഞ്ഞു, മോള് റെഡിയായി. ഒരു കാപ്പി കുടിക്കണം ഉണ്ണിക്ക്? വേണ്ട, ഇന്ന് എന്തൊക്കെയാ കഴിച്ചേ? 4 ദോശയും കടലയും, 2 ഏത്തപ്പഴം പുഴുങ്ങിയത്, 2 ഗ്ലാസ് കാപ്പി, പിന്നെ കാവിന്ന് അമ്മയുണ്ടെന്ന പായസം. ഇതുപോലെ പഠിക്കാനും മിടുക്ക് കാണിച്ചിരുന്നെങ്കിലോ ഉണ്ണിയെ? അതെങ്ങനെയാ? തീറ്റയും കൂടി തമ്മിൽ തെല്ലും കഴിഞ്ഞ പിന്നെ എവിടുന്നാ പഠിക്കാൻ നേരം? പഠിച്ചവർക്ക് അറിവുണ്ടാവുന്നാ ഞങ്ങളെ തെക്കേ അപ്പുട്ടേട്ടൻ പറയുന്നത്. ആയി, നല്ല ഉപദേശി. 10ാം ക്ലാസ്സിൽ 6 പ്രാവശ്യം എഴുതി തോറ്റവനെ അപ്പുകുട്ടനെ, നമ്മുടെ ജാനമ്മയുടെ മോനെ. സാവധാനം നടന്നാ മതി, ഓടി വീഴണ്ട. ഉണ്ണിയെ, എന്റെ മോളെ നോക്കണം കേട്ടോ. നീ തമ്മി തല്ലാനൊന്നും നടക്കാതിരിക്കും എന്റെ കുട്ടിയെ. മോക്കറിയില്ലേ, മോൻ നല്ല കുട്ടിയല്ലേ? അമ്മ ഉച്ചയ്ക്ക് വരുമ്പോ ചോക്ലേറ്റ് കൊണ്ടുവരും, അച്ഛൻ മിഠായി കൊണ്ടുവരില്ലേ? ദേ നോക്കി, എല്ലാവരും സ്കൂളിൽ പോവുക. സ്കൂളിൽ പോകാൻ കണ്ടില്ലേ? ഉണ്ണി ജാമിക്ക് കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് എവിടെ? ഹായ് ഹായ്, നല്ല പഠിത്തമൊക്കെ എനിക്ക് തരണം കേട്ടാ. ദാടാ എനിക്കും. കൊതി കാട്ടിയല്ലേ ഒരൊറ്റ കഷ്ണം പോലും തരില്ല. നല്ലതൊക്കെ അവക്ക്, എനിക്ക് പുളിച്ചത് എനിക്ക് വേണ്ട. വേണ്ടെങ്കിൽ തിന്നണ്ട, അല്ലടാ സേതു? എന്നെങ്കിൽ താ. പെണ്ണുങ്ങളെന്ന് വെച്ചിട്ടേ വലിയ വീരൊന്നും കാണും കേട്ടോ. Holy Mary, Mother of God.
എനിക്ക്. ഹായ്, എവിടുന്നാടാ കിട്ടിയത്? കൊച്ചേട്ടൻ കൊണ്ടുവന്നതാ. വയനാട്ടിലെ എന്റെ അമ്മാവന്റെ വീട്ടില് ജീവനുള്ള മയിലുണ്ടല്ലോ. ഞാൻ കണ്ടിട്ടുള്ളതല്ലേ. എന്നാലേ അത് കോഴിയാവും, പൂവൻ കോഴിയേ. നീ കണ്ടിട്ടില്ലല്ലോ, പിന്നെങ്ങനെയാ? 4 മയിലുണ്ട് എന്റെ അമ്മാവന്. അപ്പൊ നിന്റെ അമ്മാവൻ മയിലിനെ കുറവനാ? എന്താ ഇവിടെ ഒരു ബഹളം? ടീച്ചറെ, എന്റെ അമ്മാവൻ കുറവനാത്ര. ആരാ പറഞ്ഞത്? ഉണ്ണി പറയുന്നു. ഉണ്ണി, സ്റ്റാൻഡ് അപ്പ്. കം ഹിയർ. വന്ന് കയറിയ ഉടനെ തന്റെ പരിപാടികൾ തുടങ്ങിയോ? തന്നെ പറ്റി കംപ്ലൈന്റ് ഇല്ലാതെ ഒരൊറ്റ ദിവസം. ഇതിനൊക്കെ നല്ല സാമർഥ്യം, പഠിക്കാൻ മാത്രമില്ല. ഇതൊക്കെ ഒന്നൊന്നായി വായിച്ചു കൊടുക്കൂ. EONKEY donkey. MONKEY monkey. ഉണ്ണി, ടീച്ചറിൽ പറഞ്ഞൊന്നായി വായിച്ചു കൊടുക്കാൻ. ഇത് തിന്നില്ലെങ്കിൽ വല്യമ്മ എന്നെയാ പറയാ. നീ തിന്നില്ലെങ്കിൽ ഞാനും തിന്നൂല. നമുക്ക് രണ്ടാൾക്കും അല്ലേ വല്യമ്മ തന്നയിച്ചിരിക്കുന്നേ. മലയിന പുണ്യം മലഞ്ചാത്ത ഓടിച്ച കഥ കേട്ടിട്ടുണ്ടോ നീ? ഇല്ല. അപ്പുണ്ണി തൊയ്യം കൊട്ടാൻ മുതന്നോട്ടതാ. അപ്പുണ്ണി ഒരു വീണ് പോയിട്ട് കയ്യില കളിച്ചാട്ടെ കള്ളിടപ്പ് കണ്ടപ്പം അപ്പുണ്ണി ഇങ്ങോട്ടേക്ക് പറഞ്ഞു. ഒന്ന് അടിച്ച് ഫിറ്റായി. അപ്പുണ്ണി ഷാപ്പിൽ നിന്ന് ഇറങ്ങി. എന്നിട്ട് ഇടവഴിയിൽ വന്നപ്പോഴല്ലേ ഒരു കൂറ്റൻ തെയ്യം നിൽക്കുന്നു. അപ്പുണ്ണി അങ്ങോട്ട് അന്തിച്ചു പോയി. തെയ്യം ആരായിരുന്നോ? എന്താക്കാനാ ചോടി മലഞ്ചാത്ത വീട് പിന്നാലെ അപ്പുണ്ണി മരണപ്പാച്ചില തൊട്ടു പിന്നാലെയായി. ഭഗവതിയുടെ അമ്പലത്തിന്റെ ആലിഞ്ചോട്ടിലെത്തിയതും അമ്മയെ ഭഗവതിന്ന് വിളിച്ച് അപ്പുണ്ണി ഒരൊറ്റ വീഴ്ചയാ. ഭഗവതിയുടെ അമ്പലത്തിൽ കയറാൻ മലഞ്ചാത്തിന് പറ്റില്ല. അയ്യോ, എന്നിട്ട് എന്തുണ്ടായി? എന്തുണ്ടാവാനാ? അപ്പുണ്ണി കുടിയിലെത്തി 7 ദിവസം പനിച്ചു കിടന്നത്. ഇതുകൂടി അങ്ങോട്ടായ ഫൗണ്ടേഷൻ ക്ലീൻ. വരുന്നടാ എന്തുവിന്റെ ബോഡി ഗാർഡ്. Stop it! Stop it! Stand. Sit. Stand. Sit. Take your books. നമ്മുടെ അച്ഛൻ ഇനി എപ്പോ വരും അമ്മമ്മേ? കുറെ നാള് കഴിഞ്ഞാ വരും. അപ്പൊ അമ്മയും വരുവോ? വരുവോ അമ്മമ്മേ? അമ്മയും വരുവോ? കുട്ടി ഉറങ്ങിക്കൊള്ളൂ. ഉറക്കം വരുന്നില്ല അമ്മമ്മ. മോക്കമ്മ 1-ാം കുന്നത്തെ കിളിയുടെ പാട്ട് പഠിത്തരാം കേട്ടോ. 1-ാം കുന്നത്ത് ഓരടിക്കുന്നത്ത് 1000 കിളി കൂടുവച്ചു. കൂട്ടിനിളം കിളി കുഞ്ഞാറ്റ കിളി താണിരുന്നാടുന്ന പൊന്നോല. 1, 2, 3, 4. Brown girl in the ring. Tra la 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 la.
There's a brown girl in the ring. La 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 la. ചോക്ലേറ്റ് മമ്മിയും പപ്പായും വിമാനത്തിലാ വന്നത്. ഹിമാലയത്തിന്റെ മുകളിലൂടെയാ വിമാനം പറക്കുക? പിന്നെ ദുബായില് വിമാനം ഇല്ലയോ? ഒത്തിരി വലുതാവും കേട്ടോ. ഈ സ്കൂളിനേക്കാൾ വലുതാവോ? അതിനേക്കാളും വലുതാവും. മമ്മി പോകുമ്പോ നീയും കൂടെ പോവോ? ചിലപ്പോ പോവും. ഞാൻ പോവണം കേട്ടോ. അവളുടെ ഒരു ഭാഗ്യം. അവളുടെ അമ്മയെ കാണാൻ എന്തൊരു ചന്താണെന്നോ. ഇന്ദുവിന്റെ അമ്മ നല്ല ചന്തമല്ലേ? എന്റെ അമ്മയും വരുമ്പോ ഒരുപാട് മിഠായും ചോക്ലേറ്റും കൊണ്ടുവരുമല്ലേ? അമ്മമ്മേ, നമുക്ക് അമ്മേന്റെ അരിയത്തേക്ക് പോവാം. അമ്മ അച്ഛൻ്റെ അരിയത്തല്ലേ? എന്നാ നമുക്ക് അച്ഛന്റെ അരിയത്തേക്ക് പോവാം. എനിക്ക് അമ്മയെ കാണണം. അച്ഛൻ്റെ അടുത്തേക്ക് പോവാൻ പറ്റുമോ? എന്താ പോയാ? അച്ഛൻ പട്ടാളത്തിലല്ലേ? അവിടേക്ക് എങ്ങനെ കുട്ടികളെ കൊണ്ടുപോവാ? എന്താ അമ്മമ്മേ? പട്ടാളത്തിൽ യുദ്ധവും വെടിവെപ്പൊക്കെ അല്ലേ? യുദ്ധം വെടിവെപ്പ് എന്തിനാ? അത് എന്തിനാ വെടിവെക്കുന്നത്? എന്താ ഈ യുദ്ധം? അത് എന്തിനാന്ന് ചോദിച്ചപ്പോ എന്തിനാണ് യുദ്ധം എന്ന് ചോദിച്ചാൽ അത് പിന്നെ മനുഷ്യരങ്ങനെയാ. എന്ത് കിട്ടിയാലും മതിയാവില്ല. മറ്റുള്ളവരെ ദ്രോഹിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്യുമ്പോഴാ അവർക്ക് തൃപ്തി ഉണ്ടാവുക. അതുകൊണ്ടാ തമ്മിൽ തമ്മിൽ യുദ്ധം വെട്ടി ചാവണത്. മറ്റുള്ളവരുടെ മുതലിനെ ആശിക്കാതിരിക്കുക. തമ്മിൽ തല്ലാനും വഴക്കടിക്കാനും ഒന്നും പോകാതെ നല്ല കുട്ടികളായി വളർന്നാൽ നിങ്ങളൊക്കെ വലുതാവുമ്പോൾ യുദ്ധവും വെടിവെപ്പും ഒന്നുമില്ലാത്ത ഒരു നല്ല ലോകമുണ്ടാവും. വഴക്കും മക്കാണൊന്നും ഉണ്ടാക്കാതെ നിങ്ങൾ നല്ല കുട്ടികളായിട്ട് നടക്കില്ലേ? എന്താ ഉണ്ണി മിണ്ടാതിരിക്കുന്നേ? ഉണ്ണിക്കൊന്നും പറയാനില്ലേ? എന്റെ അച്ഛൻ നല്ല കുട്ടിയാണല്ലോ. ആനകളിക്ക് നമ്മുടെ കൂടെ കള്ളനും പോലീസും കളിക്കാനും ഒക്കെ കൂടുമല്ലോ. എന്നാ പട്ടാളക്കാരനാണെങ്കിൽ യുദ്ധം ചെയ്തേ പറ്റും, അല്ലെങ്കിൽ ശത്രുക്കൾ വെടി വെക്കൂലേ? ഈ യുദ്ധം എന്ന് വെച്ചാൽ എങ്ങനെയാ? യുദ്ധം എന്ന് വെച്ചാ പഴയ എന്താണ് സിനിമ ഉണ്ടോ നീ? ഇല്ല. സാറില്ല സാറില്ല, ഞാൻ കാണിച്ചു. അതായത് 10 ആൾക്കാര് കത്തിയും തോക്കുമായിട്ട് എംജിആറിനെ തോൽപ്പിക്കാൻ വരെ. അപ്പൊ എംജിആർ അതായത് ഞാൻ എന്താ ഈ കാട്ടിക്കൂട്ടിയിരിക്കുന്നേ? എന്തോ ഉണ്ണി, ഈ കുണ്ടാവേണ്ടിയൊക്കെ ചെയ്തു വെച്ചിട്ട് എവിടെ പോയിരിക്കല്ലാറ്റി? എന്റെ എണ്ണ മുഴുവൻ
പോക്കിന് കളഞ്ഞൂല്ലോ. ആ കുരുത്തം കെട്ട ഉണ്ണിയുടെ പണിയായിരിക്കും ഇതൊക്കെ. ആശം പിടിച്ചവൻ പറഞ്ഞാലും അനുസരിക്കില്ല. എന്നെക്കൊണ്ടാവില്ല കുട്ടി. എന്താ അമ്മമ്മയും മോളും കൂടെ തർക്കിക്കുന്നത്? ആവോ, സുരേന്ദ്രനെ വിളിച്ചോണ്ട് വരാൻ നാണി അയക്കണമെന്ന് കരുതിയിരിക്കുക. ഞാൻ ഗ്രാമത്തെ സേവിക്കാൻ നടക്കല്ലേ. പക്ഷെ എന്റെ സേവനം ആർക്കും വേണ്ടെന്ന് മാത്രം. അതെന്തേ? ഈ പേർഷ്യൻ പണം വന്ന് കുമിഞ്ഞു കൂടിയപ്പോ നാട്ടുകാർക്ക് ആവശ്യം കെട്ടിടം പണിക്കാരെയും മരയാശാരിയൊക്കെയാ. പിന്നെ കുറെ സിമെന്റും. ഇതിനൊന്നും ഗ്രാമസേവകന്റെ ആവശ്യമില്ലല്ലോ. എന്താ മോള് മുഖമർപ്പിച്ചിരിക്കണത്? അത്ര ഗൗരവായാലോ? എന്നോട് ദേഷ്യായിട്ടിരിക്കുക. സ്കൂളിൽ ആനിവേഴ്സറി യാത്ര ഞാൻ കൊണ്ടുപോകണമെന്ന് ഒരേ വാശി. അത്രേ ഉള്ളൂ. അതിനല്ലേ മാമൻ വന്നിരിക്കണത്. കണ്ടോ കണ്ടോ ചിരിച്ചത്? സൂത്രക്കാരി. നമ്മൾ വിചാരിക്കുന്നത് പോലല്ലോ നടക്കുന്നത്. ഒക്കെ ദൈവനിശ്ചയല്ലേ. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ ദൈവം എനിക്ക് ഈ വിധി വരുത്തിയത്? നടന്നതിനെ പറ്റി ഓർത്ത് കരഞ്ഞിട്ട് ഒരു പ്രയോജനവും ഇല്ല. കുട്ടി വരണുണ്ട്, അത് ഇതൊന്നും കാണണ്ട കേട്ടോ. അമ്മമ്മേ, മോൾക്ക് അച്ഛൻ എന്താ കൊടുത്തയച്ചിരിക്കണത്? കൊടുത്തയക്കലൊന്നും അല്ല, അച്ഛൻ ഇങ്ങോട്ട് വരികയായി. അതെയോ? അതെയോ? പിന്നെ എന്താ ഇവിടുത്തെ ഒരു കഥ? ഉടുപ്പുകള്, മിഠായികള്, കളിപ്പാട്ടങ്ങള്. അതെ, കുട്ടി എനിക്ക് എന്താ തരാൻ പോണത്? എന്ത് വേണമെങ്കിലും തരാം. എപ്പോഴാ അച്ഛൻ വരിക? പുറപ്പെടണമെന്നാ എഴുതിയിരിക്കണതേ. ഉടനെ എത്തും. അപ്പൊ എന്റെ അമ്മയും കൂടെ ഉണ്ടാവല്ലോ. അല്ലേ അമ്മമ്മേ? അല്ലേ? പിന്നെ പിന്നെ കണ്ണൻ കുട്ടിക്ക് ഒരു റേഷനുണ്ട്. ചെക്കൻ അബുദാബിന്ന് അയച്ചതാ. റാഫ്റ്റാവും. അവൻ കള്ള് ഷാപ്പിൽ കയറുന്നതിന് മുമ്പ് കൊണ്ടുപോയി കൊടുക്കട്ടെ. മോള് വന്ന് മേ കഴി പാല് കുടിക്കണ്ടേ? എന്റെ കുട്ടിക്ക് അമ്മമ്മ എന്താ ഉണ്ടാക്കിയേക്കണെന്നറിയോ? കൊഴക്കട്ടെയാ. ഉണ്ണിയും വരൂ, കാപ്പി കുടിക്കാം. ഇങ്ങനെ മാറ്റി പിടിക്കല്ലേ എന്റെ കുട്ടിയെ. തങ്കക്കുട്ടിയല്ലേ അത്? തിന്നു കുട്ടിയെ. ഇങ്ങനെ തിന്നുകയും കുടിക്കുകയും ചെയ്യാതെ വാശി പിടിക്കുന്ന കുട്ടിയാണെന്ന് അറിഞ്ഞാ പിന്നെ എങ്ങനെയാ അമ്മ വരിക? പിന്നെ അമ്മ വരൂ. അപ്പൊ അമ്മമ്മ നോണ പറഞ്ഞതല്ലേ ഇന്ദുവിനെ കളിപ്പിക്കാൻ? ആ കുട്ടി ഇത് വേഗം കഴിച്ചോളൂ. ശരി അമ്മമ്മേ. അമ്മ വന്നാൽ സ്കൂളിൽ കൂട്ടിട്ട് പോണം, താലപ്പൊലിക്ക് പോണം, ഉണ്ണിയും കൂട്ടിട്ട് അമ്പലത്തിൽ പോണം. എന്നിട്ട് വേണം ആ രീതിയും സേതുവിനൊക്കെ കാണിച്ചു കൊടുക്കണം എന്റെ അമ്മയെ. അല്ലേ അമ്മമ്മേ?
ഒരു പെട്ടി നിറച്ച മിഠായിയും ബിസ്ക്കറ്റും എന്റെ അമ്മ വരുമ്പോ കൊണ്ടുവരും. അതെയോ? ആ, എന്നൊക്കെയാ മോളുടെ അമ്മ വരുന്നേ? അത് നാളത്തെ കഴിഞ്ഞിട്ട് മറ്റേ നാളില്ലേ, അന്നാ വരും എന്റെ അമ്മ. അതെയോ? അമ്മ കൊണ്ടുവരുന്ന ചോക്ലേറ്റ് ഞാൻ ചേച്ചിക്ക് തരാം കേട്ടോ. അപ്പം ഞങ്ങൾക്കൊന്നുമില്ലേ? ഓ തരും. ആ ചേച്ചിക്കും ഈ ചേച്ചിക്കും എല്ലാ ചേച്ചിക്കും തരും. അപ്പൊ മോളുടെ അമ്മയെ കൊണ്ടുവരില്ലേ ഞങ്ങളെ കാണിക്കേ? പിന്നെ കൊണ്ടുവരും. എന്ത് പോട്ടെ? നല്ല കുട്ടി. മോളെ അച്ഛാ, അച്ഛാ. അച്ഛൻ്റെ മോളെ ഇതാ. അമ്മേ, അമ്മയ്ക്ക് വിശേഷമൊന്നുമില്ല? ആ അതെ. നന്നായിട്ടുണ്ട് മോനെ ഇത്. ഹായ്, എന്താ ഇത്? അച്ഛാ, അമ്മ എവിടെ? എന്റെ അമ്മ എവിടെ അച്ഛാ? എന്റെ അമ്മ വരുന്ന് പറഞ്ഞിട്ട് എവിടെ അച്ഛാ? എന്റെ അമ്മ എവിടെ അച്ഛാ? ആ മോക്ക് അച്ഛൻ എന്തൊക്കെയാ കൊണ്ടുവന്ന് നോക്കി. നല്ല പാവാ. ആന കണ്ടോ? അയ്യ മോളെ കരയല്ലേ മോളെ? ഹായ്, ഇതെന്താ ഇതാ? നീ വരുമ്പോ അവളുടെ അമ്മയും കൊണ്ടുവരുമെന്ന് എല്ലാരും പറഞ്ഞിരുന്നു. കരയില്ലേ മോളെ? നല്ല മോളല്ലേ? ഇതൊക്കെ നോക്കട്ടാ. മോളെ കരയല്ലേ? ഇങ്ങനെ നല്ല കുട്ടികള്. അച്ഛന്റെ പഞ്ചാര മോളല്ലേ ഇത്? പൊന്നുകുട്ടിയല്ലേ ഇത്? ആ പൂവ്. ആ പിന്നെ മോക്ക് എന്താ വേണ്ടേ? കുറച്ചു ദിവസം കഴിഞ്ഞാ വരില്ലേ? അത് ഇനിയും കുറച്ചാൾ കഴിഞ്ഞാൽ. അച്ഛൻ പോയി കൊണ്ടിരില്ലേ? മോളിങ്ങനെ കരഞ്ഞ പിന്നെ എങ്ങനെയാ അമ്മ വരിക? അമ്മയെ കൊണ്ടുവരുവച്ചാ? സത്യമായിട്ടും എങ്ങനെയാ?
മോളെ മോളെ എന്താ മോളെ? എന്തു പറ്റി മോളെ? സ്വപ്നം കണ്ട് പേടിച്ചോ? അച്ഛനില്ലേ ഇവിടെ? എന്റെ മോള് പേടിക്കണ്ട കേട്ടോ. ഉറങ്ങിക്കോളൂ. ഇനി കളിയൊക്കെ ഉണ്ണി സാറേ, ഇനി അല്പം പെട്രോൾ അടിച്ചിട്ട് വണ്ടി ഓടിക്കാം. എന്താ ഉണ്ണി വരുന്നില്ലേ? പലഹാരം വേണ്ടേ? തന്റെ കാര്യം. ഇന്ദു ഓടി വീഴണ്ടാട്ടാ. നീ പോണ വരെ ഇങ്ങനൊക്കെ കഴിയും. അത് കഴിഞ്ഞ എന്തു പറഞ്ഞിട്ടാ ഞാൻ ഈ കുട്ടിയെ സമാധാനിപ്പിക്കുക? അമ്മ എപ്പോഴാ വരികയെന്ന് ദിവസത്തിൽ ഒരു നേരമെങ്കിലും ചോദിക്കാണ്ടിരിക്കില്ലേ? എനിക്കാണെങ്കിൽ പണ്ടത്തെ പോലെ എടുക്കാനും നടക്കാനും ഒന്നും വയ്യാണ്ടായി തുടങ്ങി. അമ്മ ഞാൻ കൊടുത്തയച്ച മരുന്ന് കഴിക്കണില്ലേ? മനസ്സിന് സുഖമില്ലെങ്കിൽ പിന്നെ മരുന്ന് കൊണ്ട് എന്താ ഫലം? ആ വന്നതൊക്കെ അനുഭവിക്കുന്നേ. എന്തൊക്കെ ആശിച്ചിരുന്നതാ അമ്മേ. കോഴി കൊത്തട്ടെ. മോളെ കുളിപ്പോറയില്ലേ? വേഗം വാ കുളിക്കാം. വാ. അച്ഛാ നോക്കച്ചാ, ആ വെള്ളക്കുട്ടിയെ ഒന്ന് പിടിച്ചേരോ? ചെറേ ഉള്ളൂ വെള്ളക്കുട്ടിയോ? അങ്ങനെ നോക്കിക്കോ. റെഡി 1 2 3. 1 2 3. പാവം പോട്ടെ, അതിന്റെ തലയെടുത്തേക്കല്ലേ. വാ മോള് കുളിച്ച് കാപ്പി കുടിച്ച് കുളിപ്പാട്ടോ. ടക്കി ടക്കി. എന്താ പെണ്ണിന്റെ ഒരു പവർ? ഉണ്ണി സാറേ എങ്ങനുണ്ട്? അച്ഛാ കുഞ്ഞി പറയാന് നമ്മുടെ അമ്മ രാവിലെ വേലക്ക വരികയെന്ന്. അതെ അച്ഛാ, അപ്പോഴാ നമ്മുടെ അമ്മ വരിക? ഇപ്പോഴോ? ഞാൻ പറഞ്ഞില്ലേ അറിഞ്ഞൂടെ? ഇന്ന് നേരത്തെ പുറപ്പെട്ട? അച്ഛൻ വന്നല്ലോ. എവിടായിരുന്നു? ഓ ഇന്നലെ NGO മീറ്റിങ്ങിന് പോയതുകൊണ്ട് വരാൻ പറ്റിയില്ല. അപ്പോൾ ബിസിയാണല്ലേ? ഓ ഈ ബന്ധും ധാരയും കോസലൊക്കെ കഴിഞ്ഞു വരേണ്ടത്. നാളെ ടിപ്പിലാണല്ലോ. അച്ഛൻ വന്നോണ്ടാവും. നീ ഒരു കൊച്ചു പ്രൂസിൽ തന്നെടാ കള്ള. വീട്ടിൽ കയറാമെന്ന് കരുതിട്ടാ. നീ പോയിട്ട് വരാം. ശരി. അച്ഛൻ വന്നല്ലോ. എന്താടി നിന്റെ അമ്മ വരാത്തെ? അമ്മ വരും. എപ്പോഴാ വരിക? രാവിലെ വേലക്ക്. അച്ഛൻ പോയി കൊണ്ടുവരും. ഈ കുട്ടി വെറുതെ നണാറിയ. അമ്മ
സുഖം തന്നെയല്ലേ? അതെ. എപ്പോ വന്നു? കുറച്ചു നേരമായി. മോള് മിടിക്കുക, നന്നായി പഠിക്കൂ. ടീച്ചറൊക്കെ അല്ലേ പഠിപ്പിക്കുന്നത്. എക്സ്ക്യൂസ് മീ. ഈ ചോക്ലേറ്റ് എന്റെ അമ്മ തന്നയച്ചതല്ലേ? ആ റീത്ത പറയാ ഞാൻ നോണ പറയാന്ന്. അമ്മയില്ലാന്ന്. അവര് പറയണനൊക്കെ മോളിങ്ങനെ കരഞ്ഞാലോ? മിടുക്കി കുട്ടിയാവണ്ടേ? കലികാലം നല്ലാതെന്താ പറയ. അങ്ങനെ എണീക്ക്. ഓ ഭവാനെ, രണ്ടും കൂടി തല്ലുകൂടി ചാവുമല്ലോ എന്റെ ഭഗവതി. അയ്യോ അമ്മ, മഹാലക്ഷ്മിയെ കയറി ചവിട്ടിയല്ലോടാ കുരുത്തം കെട്ടവനെ. അയ്യോ. എന്താ കുമാരനാരെ? പെട്ടെന്നൊരു വയറ്റിൽ വേദന. അതെ, ഉണ്ണി അടിച്ചിട്ടാ. കുട്ടി എന്തായി പറയണേ? എത്ര കാലം വെച്ചിട്ടാ ഇനി എന്നെ കാക്ക്? ഓ, അമ്മായിക്ക് ഇപ്പൊ അത്രയേറെ വയസ്സൊന്നും ആയിട്ടില്ല. മനുഷ്യന്റെ കഥയല്ലേ, അരനഴിയ നേരം മതി. കൊച്ചുകുട്ടിയാണെങ്കിലും അതിന്റെ ഓരോ ചോദ്യത്തിന് മറുപടി പറയാൻ പറ്റണില്ല. നടന്നതൊക്കെ നടന്നു, അതും പറഞ്ഞിരുന്നിട്ട് എന്താ കാര്യം? ഇനിയുള്ളതിനും കഴിയണല്ലോ. നാട്ടിലൊന്നും അത്ര പുത്തരിയായിട്ടുള്ള കാര്യമല്ലല്ലോ. നല്ല കുടിയാണെങ്കിൽ അതങ്ങ് ചെയ്താൽ എന്താണെന്ന്. അമ്മേ, ദയവായി അത് മാത്രം പറയരുത്. എല്ലാം ആദ്യം നല്ലതാണെന്ന് തോന്നുന്നു, പിന്നീടാണ് എന്റെ ഭവിഷ്യത്തുകൾ. നിന്റെ ഇഷ്ടം. എന്നെക്കാളും ലോകപരിചയമുള്ള ആളാണല്ലോ നീ. വയ്യ മോനെ, കിടക്കട്ടെ. ഗോപി, സമയം നേരെ ശരി, ഞാൻ ഇറങ്ങട്ടെ. ഓക്കെ. സാധ്യമല്ല സുരേന്ദ്ര. എന്റെ മോടെ വിഷമം എനിക്ക് നന്നായിട്ടറിയാം. പക്ഷെ അവക്ക് വേണ്ടി ഒരു അമ്മ ഉണ്ടാക്കാൻ എന്നെ കൊണ്ടാവില്ല. ഇന്ദുവിന്റെ അമ്മ കുറിച്ചുള്ള ഓർമ്മകൾ നശിപ്പിക്കാൻ ഇനിയൊരു കല്യാണം
എനിക്കത് ചിന്തിക്കാനാ. ഓ സാരില്ല, ഞാനൊരു അഭിപ്രായം ചോദിച്ചു എന്ന് മാത്രം. ഇനിയിപ്പോ അത് വെറുതെ മനസ്സ് വെച്ച് നീക്കണ്ട. സോറി സോറി. ഗുഡ് നൈറ്റ്. ആത്മാവിനെ പുകച്ചുകൊണ്ട് എന്താ ഇത്ര വലിയ ചിന്ത? അല്ല, പെണ്ണുങ്ങളുടെ തലയിൽ നിലാവിളിച്ചോണെന്ന് പറഞ്ഞ ആരാണെന്ന് ആലോചിക്കുക. കേട്ടില്ല. കേട്ടില്ലേ? ഇല്ല. അതേ, ഈ പെണ്ണുങ്ങളുടെ തലയിലേ നിലാവിളിച്ചമാണെന്ന് പറഞ്ഞത് ആരാണെന്ന് ആലോചിക്കായിരുന്നു. അയ്യോ കഷ്ടം. അറിയില്ലേ? ഇല്ല. മഹാനായ ബേപ്പൂർ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീർ. കറക്റ്റ്. അദ്ദേഹത്തിനെ കണ്ടുകിട്ടിയാൽ ഒരു സമ്മാനം കൊടുക്കണം. ഇനി തന്നാ മതി. നിനക്കോ? നിലാവിളിച്ചമേ. അത് കണ്ടുപിടിക്കാൻ കാരണക്കാരിയും മറ്റൊരു പെണ്ണായിരുന്നല്ലോ. നിലാവിളിച്ചമാണ്, ബുദ്ധൂസാണ്. എന്നിട്ട് കാര്യം നടക്കണമെങ്കിൽ പെണ്ണുങ്ങൾ വേണം തന്നെ. പെണ്ണെ, ആണുങ്ങളോട് കളിക്കണ സൂക്ഷിച്ചോണം കേട്ടോ. അല്ലെങ്കിലും ഈ ആണുങ്ങൾക്ക് സ്വാർത്ഥത കൂടുതലാ. എനിക്ക് നിന്റെ കാര്യത്തിൽ അല്പം സ്വാർത്ഥത കൂടുതൽ. ഗോപിയേ, നീ എന്തിനാ ഈ പാതിരായ്ക്ക് പഠിക്കലിൽ നിന്ന് മഞ്ഞു കൊള്ളണേ? ആ കിളികളൊക്കെ എവിടേക്കാ പോണത്? അങ്ങങ്ങ് ഈ പുഴ പോണടുത്തേക്ക്. അപ്പൊ ആ പുഴ എവിടത്തേക്കാ പോണത്? കിളികൾ പോണടുത്തേക്ക്. അവന്റെ അമ്മയുടെ അടുത്തേക്കായിരിക്കല്ലോ അച്ഛാ. അച്ഛാ. എന്തേ മോളെ? അമ്മ വരില്ലേ അച്ഛാ? വരും മോളെ. അച്ഛൻ കൊണ്ടുവരില്ലേ? എപ്പോഴാ? കുറച്ച് ദിവസം കഴിഞ്ഞിട്ട്. എത്ര കുറച്ച് ദിവസം കഴിഞ്ഞിട്ടോ? രാവിലെ വേലക്കല്ലേ വരാ നമ്മുടെ അമ്മ? എന്റെ അമ്മ വന്നിട്ട് വേണോ എല്ലാരും കാണിക്കാൻ. ആ റീത്തയ്ക്ക് അസൂയ. പൊന്നോളെ, അച്ഛൻ റൂമതാ ഇവിടെ. അയ്യേ, ഈ അച്ഛന്റെ മുഖത്തൊക്കെ വരണ്ട്. എന്താ അച്ഛാ ഇന്ദുനു പിന്നെ അമ്മമ്മക്കൊന്നും ഇങ്ങനെ മുഖത്തില്ലാത്തത്? സുന്ദരിക്കുട്ടിയായിട്ടുണ്ടല്ലോ. ടാക്സി കടവ് തീർത്തിട്ടുണ്ട്. അന്തോണി ഇതങ്ങോട്ട് പിടിച്ചോളൂ. അമ്മായി, രാഹുകാലം തുടങ്ങുന്നതിന് മുമ്പ് ഇറങ്ങിക്കോ മോനെ. നാണിമേ, അന്തോണി നടന്നോളൂ. അയ്യേ, ഇത്ര വലിയ ആളാ കരിയ. കഷ്ടം. ഓ, ഇന്ദുവിന്റെ അരിയത്തിന് പോന്നുണ്ടായിരിക്കും അല്ലേ? അതിനെന്താ അമ്മയെ കൊണ്ടുവരാൻ നിലച്ചും പോണത്? നേരായിട്ടോ? അമ്മയധികം ദേഹം എനിക്കണ്ട. ആ മരുന്ന് സമയം തെറ്റാണ്ട് കഴിക്കണം. എനിക്കിനി എന്തായാലും ഒന്നുമില്ല. എന്റെ കുട്ടിയുടെ കാര്യം ആലോചിക്കുമ്പോൾ ഒക്കെ ദൈവവിധിയായിരിക്കും. യാത്ര പുറപ്പെടുമ്പോഴമ്മ ഇങ്ങനെയൊക്കെ. നീ പുറപ്പെട്ടോ. അച്ഛൻ മോളെ പോയിട്ട് വാ. അച്ഛാ, അമ്മയെ വേഗം കൊണ്ടുവരണട്ടോ. ആ. ടാറ്റാ.
വഴി ഇശിയുണ്ടോ? എളുപ്പ വഴിയാണ്. എന്നാലേ വഴി ഇശിയുണ്ട് കേട്ടോ. കുടുംബത്തിലൊരു വെയിലേ. സുരേന്ദ്രനുള്ളതാ എനിക്ക് ആകെ ഒരു സമാധാനം. ഇല്ലെങ്കിൽ വലിയ കഷ്ടായേനെ. ഒന്നും വിഷമിക്കണ്ട, എല്ലാം ഞാൻ പറഞ്ഞ് ശരിയാക്കിക്കോളാം. അത് മതി. അമ്മായി. ആവോ, എന്താ ഇങ്ങോട്ടുള്ള വഴിയൊക്കെ മറന്നു സുരേന്ദ്ര? വരുമ്പോ എന്തെങ്കിലും ഒരു വിശേഷം വേണ്ടേ? എന്താ ഇയാളിപ്പോ ഇത്ര വിശേഷമായിട്ട് കൊണ്ടുവന്നേക്കണേ? എന്താ അവിടെ നിന്ന് കളഞ്ഞത്? ഇങ്ങോട്ട് വന്നോളൂ. ആരാ ആരാ അവിടെ? എന്തായി കാണണേ? ഈശ്വര, മോളെ. വാസ്തവത്തിൽ എതിർച്ചയായിട്ട് അവരെ കണ്ടുമുട്ടി കേട്ടോ അമ്മായി. ബ്ലോക്കിൽ നിന്ന് ഇറങ്ങുമ്പോ കടവത്ത് പോണമെന്നേ കരുതിയിരുന്നില്ല. ഇങ്ങനെയൊക്കെ വന്നുകൂടണോന്നാവും വിധിയേ. എനിക്കും ആളെ ആദ്യം അത്രയ്ക്ക് അങ്ങോട്ട് പിടിയിട്ടില്ല കേട്ടോ. ഇവരെ ഒരുമിച്ച് കളിച്ചു വളർന്നതാ. ചെക്കനങ്ങ് വലുതായി പോയില്ലേ. ഇയാളുടെ അച്ഛൻ എന്റെ ഉറ്റ ചങ്ങാതിയായിരുന്നു. എസ്റ്റേറ്റിൽ തടിക്കച്ചവടം, അടുത്ത് തന്നെ താമസം. പിന്നെ കേട്ടു കച്ചവടമൊക്കെ നഷ്ടായി നാട്ടിൽ പോവാന്ന്. അതിനുശേഷം അതേ ഇപ്പോഴാ വിശേഷങ്ങളൊക്കെ അറിയണത്. എന്തൊക്കെ ആയാലും ഇപ്പോ മനസമാധാനായി. പിന്നെ തെറ്റ് കണ്ടാ ശാസിക്കണം. ഒരു ദാക്ഷിണ്യവും വേണ്ട. വേണ്ടി വന്ന ശിക്ഷയും കൊടുക്കണം. എന്റെ മോള് അതിനിടവരുത്തും തോന്നുന്നില്ല. മോളോടുള്ള വാത്സല്യം കൊണ്ട് പറയണതല്ല കേട്ടോ. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. എന്നാലേ ഞാൻ ഇറങ്ങായി. ഇനിയും താമസിച്ച പാതിരയാവും അവിടെ ചെല്ലുമ്പോ. നിന്റെ അമ്മയെന്ന് എന്നെ കരുത. അപ്പോഴേ ഇനി യാത്രയില്ല കേട്ടോ. എന്തൊക്കെയാവോ എന്തോ, പേടിയാവണം. അമ്മ എന്ത് പരിഭ്രമിക്കാതിരിക്കൂ. എന്തായാലും ഗോപിയോടൊന്ന് ചോദിക്കേണ്ടതായിരുന്നു. അതിനെപ്പറ്റി പേടിക്കണ്ട, ഗോപിക്ക് ആശ്വാസമാകുള്ളൂ. എന്തു ഇതൊന്നും ഒരിക്കലും അറിയരുത്, അതാ ശ്രദ്ധിക്കേണ്ട കാര്യം. നാരായണ, എല്ലാ വിവരങ്ങളും ചെറിയമ്മ അറിയിക്കണം. ശുഭേട് നന്നായി പഠിക്കാൻ പറയണം. ചേച്ചിക്കായിരിക്കും പ്രയാസം. ഒന്നും ഉണ്ടാവില്ല, ഞങ്ങളൊക്കെ ഇല്ലേ. എന്നാലും പെട്ടെന്ന് ലീവ് എടുക്കാൻ പറ്റില്ലെന്നാ തോന്നണേ. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. അച്ഛാ, കുടിക്കരുത്. എന്താ പറയേണ്ടതെന്ന് അറിയുന്നില്ല. അമ്മയുടെ വാത്സല്യം കിട്ടാൻ എന്റെ മോക്ക് ഭാഗ്യം ഉണ്ടായില്ല. ഒന്നും പറയണ്ട, ഇതെന്താ മോളാ. അത് മതി, അത്രയും വേണ്ടു. വരട്ടെ. വരട്ടെ അമ്മായി. വരും മോളെ. Hey, Mala, wait for me and then me.
കരയരുത്. എന്തിനാ കരയണേ? അമ്മ എത്ര ദിവസമായി വരും വരുമെന്ന് പറഞ്ഞിട്ട് ആ റീത്ത എപ്പോഴും കളിയാക്കും. എനിക്ക് അമ്മയില്ലെന്ന് നുണ പറയാന്ന്. അപ്പോഴെല്ലാം എനിക്ക് കരച്ചിൽ വരും. ഇനി അമ്മ എന്റെ അരിയിൽ എവിടെയും പോവരുത്. പോവാമ്മ. ഇല്ല മോളെ, പോവില്ല. മോള് വരും മേൽ കഴുകാൻ. പാല് കുടിക്കേ. എനിക്ക് അമ്മ പാല് തന്നാ മതി. കുടിക്കും മോളെ. വേണ്ട മോളെ. കുടിക്കമ്മ. ദീപം ദീപം ഇന്നെന്താ പഠിക്കാൻ പറഞ്ഞിരിക്കണേ? ഇത് പഠിച്ചോ? മുഴുവനുമില്ല, 4 ലൈൻസ്. ഇത് മുഴുവനും പാടുവമ്മേ? എനിക്ക് പാടാൻ അറിയില്ല. ആയോ പാടുവമ്മേ.
മതി അമ്മേ, തണുക്കുന്നു. ഇനി അമ്മ കുളിച്ചിട്ട് വരാം. അമ്മേ, ഞാൻ കുളിപ്പിച്ചേർത്തെ. വേഗം കുളിച്ചിട്ട് വരാം കേട്ടോ. എന്നിട്ട് ഉടുപ്പിടിച്ച് ഒരുക്കി തരാം. ആ, അത് കൊള്ളാലോ. ഇപ്പൊ അമ്മയെ കാണാൻ എന്തൊരു ഭംഗിയാ അല്ലേ അമ്മേ? ഉണ്ണി, ഇപ്പൊ എന്റെ അമ്മയെ കാണാൻ നല്ല ശൈലിയല്ലേ? പോയിട്ട് വരാം. പോട്ടെ അമ്മേ. ഞാൻ എന്റെ അമ്മയുടെ കൂടെ സ്കൂളിൽ പോണേ. അങ്ങനെ ആയിക്കോട്ടെ. മമ്മളി എന്റെ അമ്മ വന്നു കേട്ടോ. എന്റെ അമ്മയാ. എന്താ പേര്? സീത. നടക്കൂ. വരൂ. ഇതാ എന്റെ അമ്മ. ഇന്ദു എപ്പോഴും അമ്മയെ പറ്റി പറയാറുണ്ട്. ഓ, അമ്മ വന്ന സ്കൂളിലേക്ക് കൂട്ടിക്കൊണ്ടുവരാന്ന് പറഞ്ഞതാ. അതെയോ? ഓ മോളെ, ഞാൻ പോട്ടെ. പോട്ടെ മോളെ. ടാറ്റാ. 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 മിസ് അച്ചാമ്മ ചെറിയാൻ. നമസ്തേ. നമസ്തേ. കണ്ണൻകുട്ടി ചിറ്റൂര്, ഞങ്ങളുടെ റൊമാൻറ്റിക് ഹീറോയാണ്. നമസ്തേ. അമ്മുക്കുട്ടി വാരസ്യാര്, കാണുന്ന പോലെയൊന്നുമല്ല, പിള്ളേരാറാ. നമസ്കാരം. ഇവിടെ ഇരുന്നോളൂ. ഇതാണ് അജിതയുടെ ആസ്ഥാനം. പുതിയ വിശേഷങ്ങൾ എന്തൊക്കെ? എന്ത് വേണമെന്ന് പറഞ്ഞു? പിരിഞ്ഞിരിക്കാൻ പറ്റില്ല എന്നായി. സ്കൂളിൽ കൊണ്ടാക്കിട്ടാ വരണേ. പിന്നെ ഉച്ചയ്ക്ക് ചോറ് കൊടുക്കാൻ ഞാൻ തന്നെ ചെല്ലണത്രേ. അമ്മ ഇല്ലാതാകുമ്പോഴേ അമ്മയുടെ വില അറിയൂ. ശരിയാണ്. സ്വപ്നത്തിൽ വിചാരിക്കാത്ത അനുഭവങ്ങളാണ് എനിക്കുണ്ടായത്. ഓഹോ, അപ്പൊ സ്വപ്നത്തിൽ എന്താ വിചാരിച്ചിരുന്നത്? ജീവിതം എന്ന് വെച്ചാൽ അതാണല്ലോ, വിചാരിക്കുന്നൊക്കെ സംഭവിക്കാതിരിക്കും. വീഡിയോ വന്നു. മോൻ സാർ. നമസ്തേ. നമസ്കാരം. ഇതാണ് അജിത. ഹലോ. നമസ്തേ. ഇനി അമ്മയ്ക്ക്. വേണ്ട മോളെ, പിന്നെ കഴിച്ചോളാം. എന്റെ അമ്മ. നല്ല അമ്മ. വരൂ, കൈ കഴുകാം. പോട്ടെ മോളെ. വാടാ അവിടെ. എന്താണിത്? നീ ഇവിടെ നേതാവാൻ ശ്രമിച്ചാലുണ്ടല്ലോ, കഴുത്തി പിടിക്കാൻ വെളിയുള്ളൂ. മനസ്സിലായിക്കോ? ഓടി അവിടുന്ന്.
അവിടെ എന്താ നിനക്ക് വേണ്ടത്? എന്താണെന്ന് പോയി ജോലി. നിന്റെ ഒരു അവകാശം പറയുന്നില്ല. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? യു നോ ഐ എം മാൻ ഓൺ. മാൻ ഓൺ ഇസ് മാൻ ഓൺ. തന്റെ ദാക്ഷിണ്യത്തിനൊന്നും വേണ്ടി വന്നതല്ല, ജോലി എടുത്തിട്ടാണ്. ടേക്ക് ഇറ്റ്. ഗുഡ് ബൈ. അച്ഛനൊരു പിടിവാശിക്കാരനാണെന്ന് എനിക്കറിയാം, പക്ഷെ ഇത്ര പെട്ടെന്ന് ജോലി കളയുമെന്ന് കരുതിയില്ല. ഒരു ചെറിയ കാരണം മതി അച്ഛന് ദേഷ്യം വരാൻ. മാനേജറുമായി ഒന്നിരെങ്കിലും തെറ്റിയെന്നാണ് ഞങ്ങളൊക്കെ അറിഞ്ഞത്. പിന്നെ ചോദിക്കാൻ ചെന്നാലത്തെ കഥ അറിയാമല്ലോ. ജോലി വിട്ടപ്പോ കൂടുതൽ പ്രയാസമായി. ഒന്നും ചെയ്യാണ്ടിരിക്കുന്നതും ഇഷ്ടമല്ല. അങ്ങനെയാണ് കുടി തുടങ്ങിയത്. പാടം കടക്കണവരെ ഒന്നും ഉണ്ടായില്ല മോളെ. കടമ്പ കടന്നപ്പോ കാലം തെറ്റി, കല്ലിലടിച്ചതാ. കയ്യിലിരിക്കുന്ന കാശും എടുത്ത് പുളിച്ച കള്ളും കുടിച്ച് കാലും മുറിച്ച് വന്നില്ല. മൂദേവി, കുളിച്ച കള്ളു കുടിച്ചതേ നിന്റെ തള്ളയുടെ നായരാടി. ഞാൻ കുടിച്ചത് ഒന്നാം തരം പട്ട, സർക്കാരിലുള്ള പട്ട. ആ എന്നാ സർക്കാരിനെ കൊണ്ട് വിളിച്ചോ, ഇത് പങ്കിടാൻ. അയ്യോ നല്ല വേദന. അല്ലെങ്കിലോ കഷ്ടകാലം, അതീ കൂടി അനർത്ഥവും വരുത്തി വെക്കണോ? ഓ ഇനിയില്ല ദാക്ഷായണിയോ. കുടി നിർത്തി. ഇത് എത്ര തവണ കേട്ടതാ? നീ വല്ലതും കഴിച്ചോ? നിങ്ങൾ എന്തെന്നാ കഴിച്ചേ? അപ്പൊ കുട്ടികളോ? അവറ്റങ്ങള് വെറും വയറോടെ കിടപ്പാ. അയ്യോ എന്റെ മക്കള്. നീ ചോറ് വിളമ്പ് മോളെ. എനിക്ക് വാ. വാ മോളെ, വാ മക്കളെ, നടക്ക്. ഇവിടെ അച്ഛൻ്റെ അടുത്തിരിക്കെ. മക്കളോട് എന്ത് സ്നേഹം ഓടി. പിന്നെ എന്റെ മക്കളെ അല്ലാതെ നാട്ടുകാരെ മക്കളെ സ്നേഹിക്കേണ്ടത്. അയ്യോ എന്ത് വെച്ചാ ഇത്? എന്താ ഈശ്വരായി മനുഷ്യന്? ഇന്ന് അച്ഛൻ്റെ എഴുത്തിരുന്ന് മക്കൾ നിറച്ചുകൊണ്ടണം. മോളെ വന്നിരിക്കും. അവൾ ഊണ് കഴിച്ചതാ. അവളെ തള്ള വശീകരിച്ചു വെച്ചിരിക്കുക. അച്ഛൻ ഊണ് കഴിക്കൂ. നീ ഉണ്ട്. ആരോടും അങ്ങനെ ദേഷ്യപ്പെടാറൊന്നുമില്ല. ചെറിയ മോൾ ചിലപ്പോ കയർത്ത് സംസാരിക്കുന്നു മാത്രം. പെട്ടെന്ന് ജോലി പോയതുകൊണ്ടുള്ള വിഷമം കാണും. മനുഷ്യരല്ലേ? അതിലേറെ ഞങ്ങൾ പെൺമക്കളെ കുറിച്ചുള്ള വിഷമമാണ്. വീട്ടിൽ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. മോക്ക് ഇവിടെ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? ഒന്നുമില്ല. എനിക്കിപ്പോ ഇന്ദുമോളെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ലെന്നായി. അമ്മയ്ക്ക് എന്നെ. അതെനിക്കറിയാം. ഒന്നാം തരം തറവാട്ടിലെ ലക്ഷണമൊത്ത സ്ത്രീ അവരെ. ചേച്ചിയുടെ കല്യാണത്തിന്റെ എന്തെങ്കിലും? ഇല്ല, ഒന്നും ആയില്ല. ചെറിയമ്മയ്ക്കും ചേച്ചിക്കും ശുഭയ്ക്കും കുറച്ച് തുണികൾ എടുക്കണം.
അച്ഛന് നല്ല 2 ചെരുപ്പ് വാങ്ങും. മോൾക്കൊന്നും വേണ്ടേ? വേണ്ടച്ച, എനിക്കൊന്നും വേണ്ട. ചെറുപ്പത്തിലേ നീ ഇങ്ങനെയായിരുന്നു. എല്ലാവർക്കും ആവശ്യങ്ങളുള്ളപ്പോ നിനക്ക് മാത്രം ഒന്നും വേണ്ടായിരുന്നു. അർസൂലത്ത് കാത്തു നോക്കും. എന്നാല് അച്ഛൻ നടക്കട്ടെ. അച്ഛാ, ഈശ്വരനെ ഓർത്ത് അച്ഛൻ കുടിക്കരുത്. ചേടാ, നിന്നോട് നുണ പറയാൻ എനിക്ക് വയ്യ. ഇവിടുന്ന് പോയതിന് ശേഷം 2 തവണ, 2 തവണ അതൊരു അബദ്ധം പറ്റിയതാ. എലിയിട്ട് പറ്റൂല. ഇല്ല മോളെ. ഓ, അമ്മയെ കിട്ടിയപ്പോ അമ്മമ്മയെ വേണ്ടെന്നായിണ്ട് കേട്ടോ. ഉണ്ണിയെ, ഈ കുട്ടിയുടെ അമ്മമ്മ ഇവിടെ ആർക്കും വേണ്ട. കൊണ്ടുപോയിക്കൊള്ളു കേട്ടോ. എന്റെ അമ്മാമിയെ എനിക്ക് വേണം. ഒന്നുമില്ല, ഉണ്ണിയെ കൊണ്ടുപോയിക്കോളൂ. വേണ്ട ഉണ്ണി, ഞാൻ തരില്ല. അമ്മ പറയേ അമ്മ കൊണ്ടുവേണ്ടെന്ന്. അമ്മമ്മയെ തരില്ലെന്ന് പറയേ. മോടെ അമ്മമ്മനെ ആരും കൊണ്ടുപോകില്ല കേട്ടോ. അച്ഛൻ വരട്ടെ, പറഞ്ഞു കൊടുക്കാം. ഈ നാണിയമ്മ അത്രയ്ക്കായോ? വരട്ടെ വരട്ടെ, എന്റെ അച്ഛൻ വരട്ടെ, തല്ലി കൊല്ലും. കുട്ടി, വെയിലത്ത് എവിടേക്കാ പോണേ? അമ്മ സ്കൂൾ വിട്ട വേഗം വരണം കേട്ടോ. സ്കൂളില്ല, ഓഫീസ്. ഓഫീസ്. വേഗം വരാം. മോള് വെയിലത്ത് കളിക്കരുത് കേട്ടോ. ടാറ്റാ. ടാറ്റാ. പോട്ടെ മോളെ. ടാറ്റാ. ടാറ്റാ. ഇത് പോരും. ഏതായാലും എനിക്ക് അച്ഛനെ കണ്ട് കുറച്ച് സംസാരിക്കാനുണ്ട്. എന്താ കാര്യം? അച്ഛനോട് പറയാനുള്ളത് മോളോട് പറയാനൊക്കില്ലല്ലോ. അത്ര സീരിയസ് ആണോ? സീരിയസ് ആകണം. വരൂ. കല്യാണം കഴിക്കണമെന്ന് വീട്ടുകാർ നിർബന്ധിക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. പക്ഷെ അവർ കണ്ടെത്തിയ പെൺകുട്ടിയൊന്നും എനിക്കിഷ്ടായില്ല. ഇപ്പോ ഞാൻ കണ്ടെത്തിയ ഒരു പെൺകുട്ടിയെ അവർക്കിഷ്ടായി. ഏതാ പെൺകുട്ടി? പെൺകുട്ടി ഇതൊരു ശല്യായല്ലോ. മോളെ, അച്ഛന്റെ മോളെ, ബാംഗ്ലൂർ വരെ വരേണ്ടിയിരുന്നു.
അപ്പോ ഇങ്ങോട്ട് പുറപ്പെടാണ്ടിരിക്കാൻ വയ്യാൻ തോന്നി. ലീവും കിട്ടി. എന്താ അമ്മ വല്ലാണ്ടിരിക്കണേ? സുഖമില്ലേ? അച്ഛൻ വരൂ അച്ഛാ. ഞാനൊരു കാര്യം കാണിച്ചു തരാം. അച്ഛൻ പറഞ്ഞില്ലേ പിന്നെ അമ്മയെ കൊണ്ടുവരാന്ന്? എന്നിട്ട് അച്ഛൻ അമ്മയെ കൊണ്ടുവന്നില്ലല്ലോ. വരൂ അച്ഛാ. കണ്ടു അച്ഛാ അമ്മ. അമ്മേ, അമ്മേ, എന്താ അമ്മ ഇത്? എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തിനാണിത്? അമ്മ എന്ത് വിചാരിച്ചാണ് ഇങ്ങനെ? എന്നാലും ഒട്ടും ചിന്തിക്കാതെ അമ്മ ഇങ്ങനെ ചെയ്തുവല്ലോ. തൽക്കാലത്തെ ഒരു ആശ്വാസത്തിന് വേണ്ടി എത്ര വലിയ അബദ്ധമാണ് അമ്മ ചെയ്തു വെച്ചിരിക്കുന്നത് അറിയോ? ഇന്ദുമോളുടെ വേദന കാണുമ്പോ എനിക്ക് സഹിക്കാനാവണില്ലടാ. ഇതിന്റെ ഭവിഷ്യത്ത് എന്തൊക്കെയാവും അമ്മ ഓർത്തോ? ഒരു ദിവസം ഇന്ദു ഇത് അറിയാനിട വന്നാൽ? കോവി, ഞാൻ നിന്റെ അമ്മയാണടാ. വേണ്ട അമ്മ, അമ്മ പോണ്ട. പോവമ്മേ. ബുദ്ധിമോശം പറയരുത്. വേണ്ടമ്മേ, ഞാൻ ഒരുത്തി കാരണം ഈ വീട്ടിൽ സമാധാനം ഇല്ലാണ്ടാവരുത്. അതിനൊക്കെ ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായേ? ഒന്നും ഉണ്ടായില്ല. ഇവിടെ എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. മോള് വിഷമിക്കണ്ട. കുടുംബമായ ഇങ്ങനൊക്കെയല്ലേ. ദീപം 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 ദീപം. ഏയ് പട്ടാളക്കാരാ, പ്രതിസന്ധിക്ക് വിളക്ക് എഴുതുകൊണ്ട് അബദ്ധമൊന്നുമില്ല കേട്ടോ. അയ്യോ, ദൈവത്തിനോട് കളിക്കുന്ന സൂക്ഷിച്ചു വേണം കേട്ടോ. ഈശ്വര ക്ഷമിക്കണേ. പ്രിയതമേ, ഞാൻ തന്നെയാടി എന്റെ ദൈവം. കേട്ടോ, പ്രതിസന്ധിക്ക് തറുതല പറയണത്. ഈശ്വര നാരായണ, അറിവില്ലാണ്ട് പറയണത് ക്ഷമിക്കണേ. ദീപം
പുരാണ നായകൻ ഏതോ ഗന്ധർവഗായകൻ വീണയൊന്നു നീട്ടിയപ്പോ ഗാനമൊന്നു പാടിയപ്പോ നൗകകൾ താനേ നദിയിലിറങ്ങി നീന്തി നടന്നു പോലും യവന പുരാണ നായകൻ. നിന്റെ മടിയിൽ വീണും നിന്റെ മാറിൽ ചാഞ്ഞും തൂവൽ വിരലാൽ നീ തലോടും തമ്പുരുവായെങ്കിൽ ഞാനൊരു തമ്പുരുവായെങ്കിൽ എന്റെ ശ്രുതിലയ നാദലഹരിയിൽ എല്ലാം സ്വയമലിയും പ്രപഞ്ചം നമ്മളിലേക്കൊതുങ്ങും യവന പുരാണ നായകൻ. നിന്റെ ചൊടിയിൽ പൂത്തും നിന്റെ നാവിൽ മേഞ്ഞും ഓമലേ ഞാൻ നിന്നിലൂറും പല്ലവിയായെങ്കിൽ സാധക പല്ലവിയായെങ്കിൽ നിന്റെ സ്വരസുതയേറ്റുവാങ്ങും പുല്ലാങ്കുഴലുകളിൽ വിതുമ്പും മാറ്റുലിയായി തുളുമ്പും യവന പുരാണ നായകൻ ഏതോ ഗന്ധർവഗായകൻ യവന പുരാണ നായകൻ. ഗോപിയേ, നിനക്കെന്താ കുളിക്കൊന്നും വേണ്ടേ? നീ കഴിഞ്ഞ തവണത്തെക്കാളും വല്ലാണ്ട് ക്ഷീണിച്ചിരിക്കുന്നു. ഭക്ഷണമൊക്കെ മര്യാദയ്ക്ക് കഴിക്കണില്ലേ?
അത്രയ്ക്ക് ചിട്ടയില ഞാൻ എന്റെ മക്കളെ വളർത്തിയിട്ടുള്ളതേ. എനിക്കറിയാം, അജിത പറഞ്ഞിട്ടുണ്ട്. ഒരു രണ്ടാം കെട്ടിന്റെ ആവശ്യമൊന്നും എനിക്കുണ്ടായിരുന്നില്ല. പിന്നെ എന്റെ മക്കൾക്കൊരു തുണ വേണമെന്ന് തോന്നി. അബദ്ധത്തിൽ ജനിച്ചതാ ആ ഇളയ സന്തോഷം. ഗതികേട് നോക്കണേ, അതും പെണ്ണ്. ആ മൂത്തോളെ പറ്റി എനിക്കൊരു മനോവിഷം ഉണ്ടായിട്ടുള്ളൂ. അതും ഒരിടത്ത് കൊണ്ടെത്തിക്കാം എന്നൊരു വിശ്വാസം. ദൈവം എന്നെ ചതിക്കില്ല. ആ പിന്നെ സുരേന്ദ്രൻ വേണ്ടതുപോലെയൊക്കെ ചെയ്തോളാ. അമ്മാവനെ അറിയിക്കണം. ഇവിടെ വരണ്ട ഒരു ചടങ്ങുണ്ടല്ലോ. പിന്നെ ബാക്കി കാര്യമൊക്കെ അച്ഛനോട് പറയാ. ഞാൻ വരുന്നുണ്ട്. ആ ബസ് വരുന്നുണ്ട് കേട്ടോ. എല്ലാ വിവരങ്ങളും വിശദമായിട്ട് ഞാൻ അജിതയ്ക്ക് എഴുതുന്നുണ്ട് കേട്ടോ. ആ അങ്ങനെ ആയിക്കോട്ടെ. ശരി. ഉറങ്ങിയോ? ഞാൻ കൊണ്ട് കിടത്തിക്കോളാം. ഇപ്പൊ ഉറങ്ങിയതേ ഉള്ളൂ. ചിലപ്പോ ഉണരും. വാ മോളെ, അച്ഛൻ ഒക്കെ തീരുമാനിച്ച നിലയ്ക്ക് ഇനി വൈകിക്കേണ്ടെന്നാണ് എല്ലാവരുടെ അഭിപ്രായം. കാലം കുറെയായി. ഇത് കേട്ടപ്പോഴാണ് ഞാനൊന്ന് മനസ്സ് മറന്നുറങ്ങിയത്. പിന്നെ വിശേഷമായിട്ട് മോളെ അച്ഛൻ കുടിയൊക്കെ നിർത്തി കേട്ടോ. എന്താ ജോലി എടുക്കണില്ലാന്ന് വെച്ചോ? കുറെ നേരമായല്ലോ ഇതും കൈ വെച്ചോണ്ട്. ആരുടെയാ? വീട്ടിൽ നിന്നാ. എണ്ണ തേക്കട്ടെ? എണ്ണ തേച്ചാലേ സുന്ദരിക്കുട്ടിയാവുള്ളൂ. ആന പോലെ വലുതായി. എണ്ണ തേച്ച് കുളിക്കാൻ പോലും അറിയില്ല. കുസൃതി കാണിച്ചാലുമല്ലോ. സോറി. അമ്മ വന്നു. തുടങ്ങി ചൂട്ട് കത്തിക്കാൻ. ഇതെന്താ ഇരിക്കുന്നേ? സിഗരറ്റ് വലിയ ആരോഗ്യത്തിന് ഹാനികരം. എന്നിട്ടാ ഇങ്ങനെ പെട്ടിക്കണക്കിന്? ഇവണ്ണേ, ഇക്കാലത്ത് കുടിക്കുന്ന വെള്ളവും നീ ശ്വസിക്കുന്ന വായു ഒക്കെ ഹാനികരം തന്നെ. അതാർക്കും എഴുതി വെക്കാൻ പറ്റില്ലല്ലോ. ആയിക്കോട്ടെ. ഒരു 5 മിനിറ്റ്. അവരൊക്കെ പരീക്ഷിച്ചുകൊണ്ട് പോണോട്ടോ. സാരില്ല, നമുക്ക് പോവാം. നല്ല സ്വഭാവ ഗുണമുള്ള മനുഷ്യപ്പറ്റുള്ള ചെറുപ്പക്കാരായിരിക്കണം എന്റെ മക്കളെ കല്യാണം കഴിക്കണമെന്ന് ഒരാശയുണ്ടായിരുന്നു. ദൈവാനുഗ്രഹം കൊണ്ട് ഇതാപ്പോ സുരേന്ദ്രനെ പോലെ നല്ല സ്വഭാവമുള്ള ഒരു ആൺകുട്ടിയെ ഇക്കാലത്ത് കാണാൻ വലിയ പ്രയാസം. അതാ ഞാൻ പറയണത്, ദൈവാനുഗ്രഹാണെന്ന്.
അവളും ഭാഗ്യമുള്ളവളാന്ന് കൂട്ടിക്കോളൂ. ഇത്ര നല്ലൊരു മുഹൂർത്തം ഈ ആണ്ടി കിട്ടില്ല എന്നാ ജ്യോതിഷക്കാരൻ പറയണതേ. ഒരുത്തോ കട് കട്ടി. ഈശ്വര കൽപ്പിത, തലയിലെടുത്ത് മാറ്റാൻ പറ്റില്ലല്ലോ. എന്താ ഒരു വല്ലായ്മ? ഏയ് അങ്ങനെയൊന്നുമില്ല. ലീവ് ഉണ്ടല്ലോ, ഒഴികഴിവൊന്നും പറയരുത്. അമ്മയും മോളെയും കൂട്ടി 2 ദിവസം മുമ്പ് തന്നെ എത്തിയിരിക്കണം. എന്താ ഒന്നും പറയാത്തെ? 9 വർഷമായി ഞാൻ ഈ പടിക്ക് പുറത്ത് കടന്നിട്ട്. ഇനി ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, ആ ചാരം വീണെടുത്ത് തന്നെ എന്നെ എരിച്ചു കളയ. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞില്ലേ. അമ്മയ്ക്ക് വയ്യെങ്കില് പിന്നെയുള്ളവരുണ്ടല്ലോ. കാവിന് വേലയാ തലേസം. ഇതിലും വലിയൊരു വേലയുണ്ടോ? എനിക്ക് വേണ്ടപ്പെട്ടവരായിട്ട് ഈ ഒരു കുടുംബം, ഒരൊഴിവും പറയണ്ട. ഞാൻ ഇറങ്ങട്ടെ. കല്യാണം ചാ അറിയാലോ, 100 കൂട്ടം പണിയുണ്ട്. ആണൊരുത്തനായിട്ട് ഞാനും ബ്ലോക്ക് ഓഫീസ് കയറി അവളോടും വിവരങ്ങളൊക്കെ ഒന്ന് പറയട്ടെ. സുരേന്ദ്രനെ ഒന്ന് കാണാലോ. കല്യാണ ചെറുക്കനെ നേരെ ചൊവ്വൊന്ന് കാണാൻ പോലും പറ്റിയില്ല. അത്രയല്ലേ പറയണ്ടു. എന്താ ഒരു ഉഷാറില്ലാത്തത്? സുഖമില്ലേ? ഏയ് ഒന്നുമില്ല. വൈകണില്ല. അപ്പൊ പറഞ്ഞ പോലെ അല്ലേ, ഞങ്ങൾ കാത്തിരിക്കേ. മതിയായില്ലേ അമ്മയ്ക്ക്? സ്വയം അനുഭവിച്ചോളൂ. ഹായ്, ഇന്നെന്താ അമ്മയ്ക്ക് ഹാപ്പി ബർത്ത്ഡേയാ? എല്ലാവർക്കും കൊടുക്കണട്ടോ മോളെ, പൊയ്ക്കോളൂ. ടാറ്റാ. 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 കാവിലെ വേലയ്ക്ക് 7 ആനയുണ്ടാവോ? അമ്മേ, കാലവലി ഉണ്ടാവൂലേ? എന്ത് ഊഞ്ഞാൽ ഉണ്ടാവും അത്രേ? നമുക്ക് ഊഞ്ഞാൽ ആടണ്ട കേട്ടോ. എന്താ അമ്മമ്മ വേലയ്ക്ക് വരാത്തെ? എന്താ അമ്മ ഇത്? ഞാൻ എന്തു ചോദിച്ചാലും അമ്മയുടെ കയ്യില് വള മേടിച്ചിട്ട് തരാൻ ഞാൻ അച്ഛനോട് പറയണ്ട കേട്ടോ. നിറച്ചു വളകള്, ഇലവളകള്. എന്താ അമ്മേ?
അച്ഛാ, അമ്മ എവിടെ അച്ഛാ? അമ്മ ഇന്ന് കുറച്ച് വൈകിട്ട് വരും. ഓഫീസ് വിട്ടില്ലേ? ആ. നമ്മള് വഴിയില് പൂരം കണ്ടല്ലോ. അല്ലേ ഉണ്ണി? പൂരേ പറയെടുക്കാൻ പോണല്ല. ആനയുണ്ട്. അമ്മേ, അമ്മേ, അമ്മേ. അമ്മേ, അമ്മേ. എവിടെ എന്റെ അമ്മ? അമ്മ അമ്പലത്തിൽ പോയിരിക്കല്ലേ? എന്തേ അപ്പൊ ഇന്ദുവിനെ കൊണ്ടുപോഞ്ഞേ? ഇന്ദു വരൂ മോളെ, മേക്കഴുവണ്ടേ? അമ്മ വരട്ടെ. ഇനി അമ്മയോട് ഞാൻ മിണ്ടില്ല. എന്താ അമ്മ വരാത്തെ? അമ്മ വരും മോളെ, കുറച്ച് കഴിഞ്ഞ് വരും. അയ്യോ, അമ്മക്ക് രാത്രി പേടിയാവില്ലേ? അമ്മ വലിയ കുട്ടിയല്ലേ? മോളെ കഴിക്കുമോളെ, നല്ല മോളല്ലേ, കഴിക്കുമോളെ. കുട്ടിയല്ലേ? ആ, അച്ഛൻ കാവിലെ വേലയ്ക്ക് കൊണ്ടുവല്ലോ. പമ്പരം വായിക്കണ്ടേ, തടിപ്പമ്പരം. അമ്മ ഇപ്പൊ വരില്ലേ മോളെ, അവിടുത്തെ പൂജ കഴിയണ്ടേ, കഴിക്കുമോളെ. വാശി പിടിച്ചാൽ അമ്മ വരില്ല. ഞാൻ ഈ കുട്ടിയെ കൊണ്ട് എന്താ ചെയ്യും? കരയാതെന്റെ കുട്ടി. അമ്മമ്മ കൊന്നത്തെ കിളിയുടെ പാട്ട് പാടിത്തരാം, കഥ പറഞ്ഞു തരാം. കുഞ്ഞിക്കുറുക്കന്റെ പിന്നെ എന്താ വേണ്ടേ? അമ്മ അപ്പൂപ്പന്റെ കൂടെ പോയില്ലേ? അമ്മയുടെ അവിടുത്തെ അപ്പൂപ്പന്റെ. അങ്ങോരടുത്തേക്ക്. എനിക്കറിയില്ല എന്റെ കുട്ടിയെ. അന്തി ആയില്ലേ? അന്തിക്ക് ആരാ കടവത്തുണ്ടാവുക? നമുക്ക് പോവാ.
പോട്ടെ. ഇപ്പൊ കടത്ത് കിടക്കാൻ ആരാ ഉണ്ടാവുക? നമുക്ക് പിന്നെ പോവാം. മോളറിഞ്ഞു അമ്മ നല്ല കുട്ടിയല്ലേ, മോളറിഞ്ഞു. കിളിയുടെ കൂട്ടിൽ ഒരു വിരുന്ന് വിരുന്നിന് പോകാൻ ഇതുവഴി വായോ ഓമനത്തിങ്കളേ. സ്വപ്നം നിറം കൊണ്ട് മൂടി മയിൽപീലി കണ്ണിണയിൽ മഷിത്തണ്ടും വളത്തുണ്ടും മനസ്സിൻ മണിച്ചെപ്പിൽ നിറച്ചും കൊണ്ടുറങ്ങുറങ്ങ്, നിറച്ചും കൊണ്ടുറങ്ങുറങ്ങ്. ഇന്ദു, 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 ഗോപിയെ, എന്താ? ഇന്ദു അവിടെ ഉണ്ടോ? ഇല്ല. ഈശ്വര, കുട്ടിയെ കാണാനില്ലല്ലോ. അമ്മയടുത്തുണ്ടായിരുന്നില്ലേ? നാണിയേ, എന്തേ നാണി? ഇന്ദു അവിടെ ഉണ്ടോ? കുട്ടി ഇവിടെ ഇല്ലേ? ഇല്ല. എന്റെ മകനായ എന്താ അമ്മേ? ഗോപി, ഇന്ദുവിനെ കാണാനില്ല. നാരായണ, ഇന്ദു, ഇന്ദു, മോളെ, ഇന്ദു, അമ്പികേ, ഇന്ദു കൂടെ വന്നു ഇങ്ങോട്ട്. ഇന്ദു? ആ കുട്ടിയെ കാണാനില്ല. അയ്യോ, എന്താ നാണിയമ്മേ? അവിടുത്തെ കുട്ടിയെ കാണാനില്ല. ഇവിടെ ഉണ്ണിയുടെ അടുത്ത് വന്നിട്ടുണ്ടാവുന്ന വെച്ചിട്ട് ഓടി വരിക. എന്തായി കേക്കണേ? അവിടെ എങ്ങനെ ഉണ്ടാവുന്നേ? ഇല്ല, അവിടെ താമസിച്ചിരുന്ന കുട്ടി പോയപ്പോ തൊട്ട് അമ്മയെ കാണണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് കരച്ചിലായിരുന്നു. ആ ചേച്ചിയെ കണ്ടാല് ഇന്ദുവിന്റെ മരിച്ചുപോയ അമ്മയെ പോലെ തന്നെ ഉണ്ടല്ലേ? നാളെ ഇല്ല ചേച്ചിയുടെ കല്യാണം. അതേ കുട്ടിയെ, എന്റെ ദേവരെ, ഇനി എവിടെ പോയാ ഞാൻ തരേണ്ടേ? വല്ല അനർത്ഥവും.
എന്റെ കുട്ടി എവിടെയാ പോയിരിക്കുന്നത്? സിന്ധു! നിന്റെ അമ്മ മരിച്ചതറിയിക്കാതെ ഒന്നുപോലെ വളർത്തിയിട്ട് ദേവരെ അവസാനം ഈ വിധി. അവസാനം നീ അച്ഛനെ തോപ്പിച്ചു കളഞ്ഞല്ലോ മോളെ.